ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ മുൻകൈയെടുത്തൊരു സർക്കാരായിരുന്നു UPA സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ വലിയ വീഴ്ചകളും വരുത്തിയിട്ടുണ്ട്. 86 ഈ ബാബറി മസ്ജിദിൽ രാമവിശ്വാസികൾക്ക് ക്ഷേത്രാരാധന നടത്താൻ വാതിൽ തുറന്നു കൊടുക്കുന്നിടത്തുനിന്നാണ് അയോധ്യ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. 1984 കേവലം 2 സീറ്റ് മാത്രമാണ് BJP ഉള്ളത്. പാർലമെൻറ്റിൽ LK അദ്വാനിയും വാജ്പേയിയും മാത്രമാണുള്ളത്. 86 ഇത് തുറന്നു കൊടുത്തതിന് ശേഷം അയോധ്യ പ്രസ്ഥാനം രൂപപ്പെടുകയും 92 ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയും ചെയ്തു. അന്നും കോൺഗ്രസ് ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നരസിംഹറാവു നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. 90 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഈ അർത്ഥത്തിൽ ചരിത്രപരമായ വലിയ വീഴ്ചകൾ, വിഡ്ഢിത്തങ്ങൾ ചെയ്തിട്ടുള്ള കോൺഗ്രസ് ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യ വിഷയമായി BJP അവതരിപ്പിച്ചത് CAA ആണ്. ആ CAAയിൽ നിലപാട് പറയണമായിരുന്നു. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് 2019 ഈ BJPക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 37.36%. ഞാൻ വിചാരിക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ ഹിന്ദുക്കളും അത് BJPക്ക് വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വോട്ടെന്ന് പറയുന്നത് 79.8% ആണ്. 80% എന്ന് വയ്ക്കാം ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ആ 80%-ൽ കേവലം 37% വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി 43% ആ ഫോൾഡിന് പുറത്താവുള്ളത്. അപ്പോൾ ആ 43% ആളുകൾ എന്ന് പറയുന്നത് സെക്കുലറായ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഈ CAAയുടെ പേരിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ ഹിന്ദു വോട്ട് ഏതെങ്കിലും തരത്തിലുള്ള പോളറൈസേഷൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിതിനകത്തൊരു നിലപാട് പറയാതെ എന്താ പറയുക പിന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ആശങ്കയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ സെക്കുലറായ ഹിന്ദുക്കളാണ്. അവർക്ക് ഈ കാര്യം മനസ്സിലാകും. അതുകൊണ്ട് നിർണായകമായൊരു നിലപാടെടുക്കേണ്ട ഘട്ടത്തിൽ ആ നിലപാടെടുക്കണമായിരുന്നു. അതിന് പകരം മതാടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണവും നടത്തില്ല എന്നൊരു പൊതുപ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം വെച്ചാൽ അതിനകത്ത് CAA വരും, പൗരത്വ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. മതാടിസ്ഥാനത്തിലുള്ള ഒരു നിയമനിർമ്മാണവും നടത്തില്ല എന്ന് കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം മുദ്രണമാണല്ലോ ഈ മാനിഫെസ്റ്റോയിലുണ്ട് എന്ന് പറയുന്നത്. എന്താ പറയുക, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുമെന്ന് പറയുന്നു. ഈ അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. മീഡിയയുടെ ഫ്രീഡം പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നു. ഇന്ത്യൻ ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിയമനിർമ്മാണങ്ങൾ പുതുതായി നടത്തും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ജനസംഖ്യയുടെ നിയന്ത്രണത്തിനനുസരിച്ച് ഫിനാൻസ് കമ്മീഷൻ്റെ അലോക്കേഷനെ കൂടുതൽ സാധ്യതകൾ തുറന്നിടുന്ന നടപടികൾ എടുക്കുമെന്ന് പറയുന്നു. ഇതൊക്കെയാണോ ഈ മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളുടെ മുദ്രണമുള്ള മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്? അപ്പോൾ നരേന്ദ്രമോദി വളരെ കൃത്യമായൊരു പോളറൈസേഷൻ ശ്രമിച്ചു. ആ പോളറൈസേഷനെ പ്രതിരോധിക്കാൻ CAAയുടെ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് കോൺഗ്രസ് എടുക്കണമായിരുന്നു. അവിടെ വീണ്ടും ഒരു വീഴ്ച കോൺഗ്രസ് വരുത്തിയിട്ടുണ്ട്. അതീ പറയുന്ന ഹിന്ദുക്കളെതിരാകുമോ എന്നുള്ള സമ്മർദ്ദം തന്നെയാണ്. അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള നിലപാടെടുത്താൽ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടേതായിട്ടുള്ള ഒരു ശക്തി തെളിയിക്കാൻ കഴിയില്ല. ആർജവമുള്ള നിലപാട് പ്രഖ്യാപിക്കേണ്ട അവസരങ്ങളിൽ അത് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. അടിസ്ഥാനപരമായും ആത്യന്തികമായും അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നാണ്. Meet the editors.